ഓൺ കമ്പനി സർവീസ് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് OCS. അതാണ് ഓസിന് കാര്യം സാധിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ കോൺവെർസേഷൻ നടത്തുമ്പോൾ ഉപയോഗിക്കാറുള്ളത്. ഒരു കാലത്ത് പരമോന്നത ശക്തിയിൽ ഞാൻ വിശ്വസിച്ചിരുന്നത് ചുളിവിന് ഓസിന് കാര്യങ്ങൾ സാധിച്ച് എടുക്കുന്നതിനായിരുന്നു. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ചുളിവിന് കാര്യങ്ങൾ സാധിച്ച് എടുക്കാം എന്നുള്ളൊരു തോന്നലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. എൻ്റെ പ്രവൃത്തികളാണ് എൻ്റെ പ്രാർത്ഥനകൾ. When I was a kid, I was simply watching a lot of movies and television programs. പിന്നീട് കൺസ്ട്രക്റ്റീവ് ആയും ഞാൻ അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് മൂവീസ്, ഇൻ്റർവ്യൂസ്, ഇംഗ്ലീഷ് മൂവീസ്, ഇൻ്റർവ്യൂസ്, മിസ്റ്റർ ശശി തരൂറിൻ്റെ എല്ലാം ഒരുപാട് ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി. ലെക്ചറർ ആയി വർക്ക് ചെയ്യുന്ന സമയത്തും റെഫറൻസിന് ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, ഡൗട്ട് ക്ലിയറൻസിനും വേണ്ടി. മൈക്കും ക്യാമറയും കണ്ടാൽ ഒരുപാട് ആളുകൾ പലതും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിൽ കൂടുതൽ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ അവതരിപ്പിക്കാൻ എനിക്ക് പറ്റും എന്നൊരു തോന്നൽ ഉണ്ടായതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ലാൻഡ് ഡിജിറ്റൽ സർവേക്ക് ശേഷം ഒരുപാട് ഫ്ലാറ്റുകളും ഷോപ്പിംഗ് മാളുകളും നാട് മൊത്തം വരുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് പരസ്യങ്ങളും കാണാൻ പറ്റും. നാട് മൊത്തം ഹൗസിംഗ് പ്ലോട്ടുകളും ഫ്ലാറ്റുകളും സെയിലിനുണ്ട് എന്ന് പറഞ്ഞ്. എൻ്റെ ഒരു വിശകലനം, ഇന്ത്യയിലെ റോഡുകളും എയർപോർട്ടുകളും റെയിൽവേസും തുറമുഖങ്ങളും നല്ല രീതിയിൽ പുരോഗമനം കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഔട്ട്സോഴ്സിംഗ് വർക്കുകൾ UK-യിൽ നിന്നും വെസ്റ്റേൺ കൺട്രീസിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരുപാട് ഔട്ട്സോഴ്സിംഗ് വർക്കുകൾ ഇന്ത്യയിലേക്ക് വരാൻ ചാൻസ് നല്ല ഉണ്ട്. എത്രത്തോളം വർക്കുകൾ കേരളത്തിലേക്ക് വരും എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഫ്ലാറ്റുകളുടെയും ഹൗസ് പ്ലോട്ടുകളുടെയും ഒക്കെ സെല്ലബിലിറ്റിയും സെയിൽ വാല്യൂയും ഡിമാൻഡും ഡിഫൈൻ ചെയ്യുന്നത്. 3-4 പ്രാവശ്യം ചില കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ ഓഫീസുകളിൽ എനിക്ക് പോകേണ്ടി വന്നപ്പോൾ എനിക്ക് വളരെ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. 2007 പാസ്പോർട്ട് എടുക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടി അന്ന് 500 രൂപ കൊടുക്കേണ്ടി വന്നു. പിന്നീട് വളരെ വേണ്ടപ്പെട്ട ഒരു റിലേറ്റീവിന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായപ്പോൾ FIR ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി പൈസ കൊടുക്കേണ്ടി വന്നു. ലാൻഡ് കൺവേർഷന് വേണ്ടിയിട്ട് 2021 91,000 രൂപ അടച്ചു. എന്നിട്ട് ആ വർഷം ഇലക്ഷൻ എന്ന് പറഞ്ഞ് ശരിയായില്ല. അതിനടുത്ത വർഷം ഒരുപാട് നടത്തിച്ചു. കാരണം ഒരു പ്രാവശ്യം ടാക്സ് അടച്ചു കഴിഞ്ഞപ്പോൾ നഞ്ചഭൂമി എന്ന് തന്നെയായിരുന്നു അതിൽ കണ്ടത്. അപ്പോൾ അവർക്കെന്തോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. പിന്നെയും ഒരുപാട് നടത്തിച്ചു. അപ്പോൾ ഈ നടത്തിക്കുന്നതിൻ്റെയൊക്കെ പിറകിൽ എന്താണ് റീസൺ എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവർ അവരുടെ വിദ്യാഭ്യാസവും കഴിവുകളും ജോലി കിട്ടുന്നതിന് വേണ്ടി എന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസവും കഴിവുകളും ഞാൻ ഇത് നടത്തിയെടുക്കുന്നതിന് വേണ്ടിയും ഉപയോഗിക്കണമല്ലോ. അപ്പോൾ ഞാൻ നിർബന്ധമായി അവരോട് പറഞ്ഞു, ഈ പ്രാവശ്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആരാണെന്ന് അവർക്ക് മനസ്സിലാകും എന്ന്. അപ്പോൾ കിട്ടി. അതുകൊണ്ട് 25%, 30%, 40% റിട്ടേൺ തരാം എന്ന് പറഞ്ഞ് ഒരുപാട് നിക്ഷേപ തട്ടിപ്പുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആരും വെറുതെ കൊണ്ടുപോയി തല വെച്ച് കൊടുക്കരുത്. എത്രപ്പോലും തട്ടിപ്പുകൾ നമ്മൾ കണ്ടതാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ നാട്ടിൻ പുറത്തെ ഹൗസ് പ്ലോട്ടുകളൊക്കെ വിറ്റുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ റെവല്യൂഷൻ കൂടി വന്നാൽ പിന്നെ പറയുകയും വേണ്ട. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഹാവ് എ ഗുഡ് ഡേ. സ്റ്റേ ബ്ലെസ്ഡ്.